ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജെകെ. മക്കളെ, നമ്മളെ NMMS ഡിസംബർ 30 നടക്കുന്ന NMMS എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്താലോ? ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. നമ്മൾ NMMS സാറ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നുണ്ട്. അതിൽ ഫിസിക്സ് നമുക്ക് ഏകദേശം എന്ത് ചെയ്യുന്നു, ഒരു 10 മാർക്കുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. ആ 10 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫായിട്ടുള്ള ചോദ്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റുമോ നോക്കുക. അല്ലാതെ ഞാൻ പറയുന്നത് കേട്ട് അങ്ങനെ തന്നെ പഠിച്ച് പോവരുത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. കണ്ടില്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അതായത് താഴെ പറയുന്നതിന് വൈദ്യുത കാന്തിക തരംഗങ്ങൾ അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഗാമാ റേസ് എന്നൊക്കെ പറയും. എക്സ് റേസ് അല്ലെ, എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുക്കാൻ പോകുന്നതാണല്ലേ എക്സ് റേസ് അല്ലെ, ഗാമാ റേസ്. അതേപോലത്തെ അൾട്രാ വയലറ്റ്, സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ കിട്ടുന്ന ആ അൾട്രാ വയലറ്റ് തടയാൻ പറ്റുന്ന അങ്ങനത്തെ കണ്ണടക്ക് ഉപയോഗിക്കുക. നമ്മൾ വിസിബിൾ ലൈറ്റ്, അതായത് നമ്മളെ സൺലൈറ്റ്, വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് റേസ്, അതേപോലത്തെ മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ സാധാരണ എന്താ പറയുക, മാക്സ്വെല്ലിൻ്റെ റെയിൻബോ എന്നൊക്കെ പറയും. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ, അതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന ചോദ്യത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം വരിക. നമ്മളെപ്പോഴും ചിലപ്പോൾ എന്ത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ശരിയാണെന്ന് വിചാരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഓടുവൺ അങ്ങനത്തെയൊക്കെയും നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചോദ്യം വരിക. പക്ഷെ നമ്മൾ തെറ്റുമോ? ഇല്ല. അപ്പോൾ നോക്കുന്നതാണ് റേഡിയോ വേവ്സ്, അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇനി കോസ്മിക് വേവ്സ്, സൂര്യനിൽ നിന്നൊക്കെ വരുന്ന മൊത്തത്തിലുള്ള തരംഗങ്ങളൊക്കെ പൊതുവേ നമ്മൾ പറയുന്ന പേര് കോസ്മിക് തരംഗങ്ങൾ എന്നൊക്കെ പറയും. അതായത് അതിനകത്ത് വിബ്ജിയോർ ഉണ്ടായിരിക്കാം, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ് റേസ് ഇതൊക്കെ വരും. അതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പൊതുവേ കോസ്മിക് റേസ് എന്ന് പറയാം. ഈ എക്സ് റേഡിയേഷൻ, എക്സ് കിരണങ്ങൾ, എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ് കിരണങ്ങൾ ഗാമാ കിരണങ്ങൾ. പക്ഷെ ഇതിൽ പെടാത്ത ഏതായിരിക്കും? സൗണ്ട് വേവ്. ഇപ്പം ഞാൻ പറയുന്ന ഈ മധുരമായ ശബ്ദം അത്ര മധുരം അല്ലല്ലേ. അപ്പം ഞാൻ പറയുന്ന ഈ ശബ്ദം നിങ്ങളിപ്പോൾ കേൾക്കുന്നില്ല, നിങ്ങൾ പറയുന്ന ശബ്ദം ഞാനും കേൾക്കുന്നു. അങ്ങനെ ആ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വൈദ്യുത കാന്തിക തരംഗമല്ല. അപ്പോൾ ശരിക്കൊരു വേവ്, തരംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ വേവ്സും അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ആക്കാം. മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗം തന്നെ എപ്പോഴും മീഡിയം ആണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമാണ്. വെള്ളം, അതായത് വാട്ടർ വേവ്സ്, തിരമാലകളൊക്കെ പോകണമെങ്കിൽ അവിടെ ഒരു മീഡിയം വേണം. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. ഇനി മീഡിയം ആവശ്യമില്ലാത്ത തരംഗങ്ങളെ നമ്മൾ എന്ത് പറയുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വൈദ്യുതകാന്തിക തരംഗം. അതാണ് നമ്മളെ സൺലൈറ്റ്, അതല്ലെങ്കിൽ എക്സ് റേസ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, കോസ്മിക് റേസ്, ഗാമാ റേസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആൻസർ അപ്പോൾ ഏതായിരിക്കണം ഗൈസ്? ശബ്ദ തരംഗങ്ങൾ. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്ത് ആരും തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത് ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അടുത്ത് നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ചോദ്യം വന്നാൽ എന്താ, ഒന്ന് നോക്കൂ. എന്താണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യായിരിക്കും. എന്താണ്, രാജു വടക്കോട്ട് 200 മീറ്റർ സഞ്ചരിച്ചു, വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ സഞ്ചരിച്ചു, പിന്നീട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ സഞ്ചരിച്ചു. രാജുവിനുണ്ടായ സ്ഥാനാന്തര ഡിസ്പ്ലേസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ദേഷ്യമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇടത്തോട്ടും വലത്തോട്ടും നോർത്ത് സൗത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞുതരാം. അതായത് എപ്പോഴും നമ്മൾ മുകൾ ഭാഗത്തും നോർത്തും താഴെ ഏതായിരിക്കും, സൗത്ത് ആയിട്ടാണ് കണക്കാക്കുക. മുകളിൽ നോർത്തും താഴെ സൗത്താണ്. അങ്ങനെയെങ്കിൽ ആദ്യം എന്താണ്, രാജു വടക്കോട്ട് 200 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അതാണ് വടക്കോട്ട് രാജു എത്ര ദൂരം സഞ്ചരിച്ചു? 200 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പം ഞാനിവിടെ 200 എന്ന് കൊടുത്തു. എന്നിട്ട് ചോദ്യം പറഞ്ഞ എന്താണ്, അങ്ങനെ സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ. അപ്പം ഇങ്ങനെ പോകുന്ന ഒരാൾ വലതുഭാഗം എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. അപ്പം അയാൾ വീണ്ടും എന്ത് ചെയ്തു, ഒരു 100 മീറ്റർ ദൂരം സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് അടുത്ത് എന്താണ് സഞ്ചരിച്ചു. പിന്നീട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിക്കുന്നു. ഇയാൾ ഇങ്ങനെ പോകുമ്പോൾ അയാൾ വലത്തോട്ട് പറഞ്ഞാൽ ഈ ഭാഗമാണ്. അപ്പോൾ വീണ്ടും ഒരു 200 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. 200 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു 100 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. 100 മീറ്റർ ദൂരം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി
ഇതങ്ങനെ പോയി ഇങ്ങനെ പോയി ദേ ഇവിടെ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ അയാളുടെ സ്ഥാനാന്തര ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഇനി നിങ്ങൾ ആൻസർ പറയും എത്രയായിരിക്കും? ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ തന്നെ അവസാനിക്കുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കുട്ടി വട്ടത്തിനോടാണെങ്കിൽ 200 മീറ്റർ ദൂരെ ഓടിയിട്ടുണ്ടായിരിക്കും, പക്ഷേ അയാളുടെ സ്ഥാനാന്തര ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും ഓർത്തേക്ക്. അങ്ങനെയെങ്കിൽ ആൻസർ ഏതായിരിക്കും ഗൈസ്? ഇതവിടെ 0. അപ്പൊ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ ഇനി കിളി പാരി നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് ചെയ്യും. അപ്പൊ ഇതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ. സെറ്റാണല്ലോ. സെറ്റാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സെറ്റ്. മതി. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു കിഡിലോസ്കി ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കണം. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ട്രാവൽ ത്രൂ എ കർവ്ഡ് പാത്ത് ഇൻ എ, അതായത് പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രകാശത്തിന് വക്രപാതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് ഇവയിൽ ഇതാണ്. പ്രകാശം എപ്പോഴും നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ, അല്ലെ? സ്ട്രെയിറ്റ് ലൈനായിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു, നേരുള്ളത് മാത്രമേ കാണുള്ളൂ. അല്ലാതെ ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ ലൈറ്റ് പോവോ? ഇല്ല. സൗണ്ട് ചിലപ്പോൾ അതിൽ ഇതിലൊക്കെ പോയിന്ന് വരും. പക്ഷേ നമുക്ക് അങ്ങനെയൊക്കെ തിയേറ്ററിൻ്റെ പുറത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ സംഭവിക്കില്ല. നമുക്ക് എപ്പോഴും ലൈറ്റ് എങ്ങനെ പോകുള്ളൂ? നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ടേ പോകുള്ളൂ, അല്ലേ? അപ്പോൾ പക്ഷേ ലൈറ്റ് കർവ്ഡ് പാത്ത്, ഒരു വളഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. എങ്ങനെ? അതാണ് ഈ ചോദ്യം. ഒരു കോൺവെക്സ് മിററിലാണോ? കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഉൾഭാഗത്ത് ഷെയ്ഡ്, ഇവിടെ ലൈറ്റ് എത്തിയാൽ ഇവിടെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അവിടെ നേർരേഖയിൽ തന്നെ പോകുന്നത്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? എന്താണ്? ലൈറ്റ് തട്ടിയ ഇവിടെയും റിഫ്ലക്ട് ചെയ്യുന്നു, അതും സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത്. ഓപ്റ്റിക് ഫൈബർ സമതല ദർപ്പണം പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ തന്നെ. ഓപ്റ്റിക് ഫൈബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കേബിൾ ടി വി ഉണ്ടോ? പണ്ടൊക്കെ ആണെങ്കിൽ കോപ്പർ വയറൊക്കെ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ടായിരുന്നു, അല്ലേ? പക്ഷെ ഇപ്പോൾ കേബിൾ ടി വിൻ്റെ ആൾക്കാരെന്നെ പറയും എന്താണ്? ഇപ്പോൾ ഫൈബറാണ്, അത് അവിടെ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കേബിളില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതാണ് കാരണം. ഓപ്റ്റിക് ഫൈബറാണ്. ഓപ്റ്റിക് ഫൈബറിനകത്ത് എന്താണ്? ലൈറ്റായിട്ടാണ് പാസ് ചെയ്യുന്നത്. ലൈറ്റ് പ്രകാശോർജ്ജമായിട്ടാണ്. സൗണ്ട് എനർജിയൊക്കെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ കൂടെ ഇങ്ങനെ പാസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ. നിങ്ങൾ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ നാര് പോലത്തെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് അതിൽ ഇങ്ങനെ പോകാൻ കണ്ടിട്ടില്ലേ? ഇതൊരു ഗ്ലാസിൻ്റെ നാരാണ്. ഈ ഗ്ലാസിൻ്റെ നാരിലൂടെ ലൈറ്റ് ഇങ്ങനെ തട്ടി ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ആ ഗ്ലാസ് നാര് ഇങ്ങനെ വളച്ച് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ ലൈറ്റ് എന്ത് ചെയ്ത് ഇങ്ങനെ തട്ടി ഇങ്ങനെ വളഞ്ഞ പാതയിലൂടെ ഒക്കെ സഞ്ചരിക്കും. ഇതിനെ ശരിക്കും നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയും, പൂർണ്ണാന്തര പ്രതിപതനം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഇത് ഒപ്റ്റിക് ഫൈബറിൻ്റെ അകത്തുള്ള പ്രവർത്തന തത്വം എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം. അപ്പോൾ ഈ ചോദ്യം സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 3 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം അമ്പാന്. അങ്ങനെയെങ്കിൽ അടുത്തൊരു കിഡിലോസ്കി ചോദ്യം നോക്കിക്കോൾ. എന്താണ്? അടുത്തൊരു 4ാമത്തെ ചോദ്യമാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. എല്ലാവർക്കും അറിയാം, ചോദ്യത്തിൽ ആൻസർ തന്നെ തന്നു, അല്ലേ? അങ്ങനെയെങ്കിൽ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു, അതാണ് നമ്മളെ ചോദ്യം. ബലത്തിന് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയെങ്കിൽ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? F ഈക്വൽ ടു MA, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഇക്വേഷൻ എന്താണ്? F ഈക്വൽ ടു MA. F ഈക്വൽ ടു എന്താണ്? MA എന്നാണ് ഇക്വേഷൻ. F ഈക്വൽ ടു എന്താണ്? MA. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഒരു ഇക്വേഷനാണ്, ബലത്തിൻ്റെ ഇക്വേഷനാണ് F ഈക്വൽ ടു MA. ചിലപ്പോൾ F ഈക്വൽ ടു ഭാരം കാണുമ്പോൾ F ഈക്വൽ ടു mg എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F ഈക്വൽ ടു MA എന്നാണ്. ഇതിൽ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിലോഗ്രാം ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, ത്വരണത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെ ഇതിൽ ആൻസർ വന്നിട്ടുണ്ടോ നോക്കൂ. F ഈക്വൽ ടു MA. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ആക്സിലറേഷൻ, ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെ ഇതിനകത്ത് വന്നിട്ടുണ്ടോ നോക്കൂ. വന്നിട്ടുണ്ട്. കിലോഗ്രാം മീറ്റർ ക്യൂബ് അല്ല, കിലോഗ്രാം മീറ്റർ അല്ല, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് അത്രേ ഉള്ളൂ. അതാണ് ശരിക്കും. അപ്പോൾ F എന്ന് മാസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം വരും, ഇൻറ്റു A എന്ന് പറഞ്ഞാൽ 9.8 അങ്ങനെയൊക്കെ എടുക്കാം. പക്ഷേ നമുക്ക് സംഖ്യകളും തരാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് അതിൻ്റെ യൂണിറ്റ് മാത്രം കണ്ടെത്തുകയാണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, കേട്ടിരിക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇനി അടുത്തൊരു കിഡിലോസ്കി ചോദ്യം. മറ്റൊരു കിഡിലോസ്കി ചോദ്യം എന്ന് പറഞ്ഞാൽ തെർമോ ഫ്ലാസ്ക്. സാധാരണയായി അല്ലേ? തെർമോ ഫ്ലാസ്ക് ഒന്നുമില്ല.
നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലേക്കും, നിങ്ങളുടെ വീട്ടിലല്ല അതിരിക്കട്ടെ, ആരെങ്കിലൊക്കെ ഹോസ്പിറ്റലിലായിട്ടുണ്ടെങ്കിൽ അവിടെ ചൂടുള്ള ചായയും ചൂടുള്ള വെള്ളമൊക്കെ നമുക്ക് ഏത് സമയത്ത് ആവശ്യമാണ് അല്ലേ. അപ്പോൾ നമ്മളിതൊരു ഫ്ലാസ്കിനകത്ത് നിറച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചൂട് പുറത്തേക്ക് പോവുകയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളെ തെർമോ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ തെർമോ ഫ്ലാസ്ക്, ഒരു ഫ്ലാസ്ക് ഉണ്ടാവും, ആ ഫ്ലാസ്കിനകത്ത് ചൂടുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് വൈകുന്നേരം 2 ദിവസം 3 ദിവസം ആയി കഴിഞ്ഞാലും അതേ ചൂട് തന്നെ അവിടെ നിലനിൽക്കും. അപ്പോൾ ഇതിനുള്ള ചൂട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ആ താപം, ആ ഹീറ്റ് എനർജി, ആ താപോർജ്ജം പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ തടസ്സപ്പെടുത്തണം? ഇതാ നോക്കിക്കോൾ, എന്താണ്? ചാലനം വഴിയുള്ള താപനഷ്ടം കുറയ്ക്കുന്നു. അപ്പോൾ ചാലനം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ഉള്ളി, കൺവെക്ഷൻ ഉള്ളി, കണ്ടക്ഷൻ്റെ കൺവെക്ഷൻ, കണ്ടക്ഷൻ കൺവെക്ഷൻ്റെ റേഡിയേഷൻ. ഇതാണ് ആൻസർ വരുന്നത്. എന്താണ്? അതായത് ആൻസർ എന്ന ചാലനം വഴിയും സംവഹനം വഴിയും വികിരണം വഴി എന്നീ വഴിയുള്ള താപനഷ്ടം കുറയ്ക്കണം. ഇത് താപം നഷ്ടപ്പെടുന്ന ഒരു, ഇപ്പം ഈ ഇരുമ്പിൻ്റെ അക്ഷം ചൂടാക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് ചൂടാക്കുക, പക്ഷെ ആ ചൂട് എല്ലായിടത്തും എത്തും. അതെന്താണ്? എല്ലാ ഭാഗത്തൂടെയും ഇതിനുള്ള കൂടെ ഇങ്ങനെ ചൂട് ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട്. ബൾബ് എന്നുള്ള ലൈറ്റ് അല്ലെങ്കിൽ ബൾബ് എന്നുള്ള ചൂട് നമ്മൾ ഇങ്ങോട്ട് എത്തുന്നത് അത് റേഡിയേഷൻ വഴിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ഈ ചാലനം, സംവഹനം, വികിരണം, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ ഇതുവഴി എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം. ഹീറ്റ് എനർജി എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഒരു 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട് മക്കളെ. അപ്പോൾ നോക്കുക, നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ കണ്ട് ശീലിക്കണം, ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്തിടുക. ഞാൻ ആ ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? കിഡ്ലോസ്കി പറഞ്ഞുതരും. അപ്പോൾ വരാനിരിക്കുന്ന ഡിസംബർ 30 വരാനിരിക്കുന്ന നമ്മുടെ NMMS എക്സാം നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് സെറ്റാക്കണം, കിടുവാക്കണം, പുളിയാക്കണം, സെറ്റാക്കണം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെ സൈലത്തിൻ്റെ എല്ലാ ലൈവ് ക്ലാസ്സുകൾ കാണും. ഇനി അതും പോരാത്ത ബ്രഹ്മോസ് ബാച്ചിങ് ഒക്കെ ഫ്രീ ആണ്, അതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ക്രിസ്മസിൻ്റെ എക്സാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് അടിപൊളിയാക്കണം. NMMS എക്സാമും സെറ്റാക്കണം. അതിന് ഞങ്ങളുണ്ട് കൂടെ. നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട. ഓക്കെ, ടാറ്റ, ബൈ.